ഗൈസ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റും. ഞാൻ എൻ്റെ ലൈഫിൽ വിചാരിച്ചില്ല. പിന്നെ എനിക്ക് പറയാം, എൻ്റെ എൻ്റയർ ഡെഡ് ലൈൻ ഈവൻ എൻ്റെ പഞ്ചായത്തിൽ പോകും ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് ഞാൻ മാത്രമേ ഇരിക്കും. സംഭവം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ ജൂലി ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്യും. കണ്ടുകൊണ്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ മിസ്റ്റർ മോഹൻലാൽ എൻ്റെ റീൽസിൽ വരുന്നു. എന്നിട്ട് പറയുന്നു അഗ്നിപരീക്ഷ, ബിഗ് ബോസ്, കോമണേഴ്സ്. ഞാൻ ഇങ്ങനെ വൈകിട്ട് ബിഗ് ബോസ് ഞാൻ വെബ്സൈറ്റിൽ കയറി അപ്ലൈ ചെയ്തു. ഒരു മിനിറ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോ കിട്ടും, അതൊക്കെ ഞാൻ സബ്മിറ്റ് ചെയ്തു. അപ്പം വീഡിയോ എടുക്കുമ്പോഴേ ഉറപ്പായിരുന്നു ഇതൊന്നും ആകുമ്പോൾ ഒരു ജൂലൈ ആയപ്പോൾ ഒരു കോൾ വന്നു, അണ്ണോ നമ്പർ. ഞാൻ എടുത്തു എടുത്തിട്ടുണ്ടെന്നു. സെക്കൻഡ് ഓൺലൈൻ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട്. 15 മിനിറ്റ്സിനുള്ളിൽ ഒരു വീഡിയോ കോൾ ഇന്റർവ്യൂ തുടങ്ങും. ഞാനിങ്ങനെ സ്കാം ആണോ ഇപ്പൊ വേറെ ആരെങ്കിലും അറിഞ്ഞോ ഞാൻ അപ്ലൈ ചെയ്ത് എന്നെ കളിയാക്കണോ പറ്റിക്കണോ ഞാനിങ്ങനെ ഓക്കെ വാട്ട് എവർ ടെസ്റ്റ് നമ്മൾ നോക്കും. അങ്ങനെ ഞാൻ വീഡിയോ കോൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഒരു 15 മിനിറ്റോളം ഓരോന്നോട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അങ്ങനെ ഓരോക്കെ ചോദിക്കുന്നത് ഞാൻ അതൊക്കെ പറയുന്നത്. അങ്ങനെ ഉറപ്പിച്ചു. അതോടെ ഞങ്ങൾ പക്ക മൈൻഡിൽ ഇങ്ങനെ പക്കാക്കി പോകും. ഇതുവരെ ലക്ക് എന്ന് പറയും, ഇത് ഉറപ്പാക്കി കഴിഞ്ഞില്ല. എന്നിട്ട് പിറ്റേ ദിവസം നോക്കുമ്പോൾ ഒരു മെയിൽ, 3rd റൗണ്ടിലേക്ക് സെലക്ഷൻ കിട്ടി. ഗ്രൂപ്പ് ഡിസ്കഷനാണ്. കൊച്ചി സ്റ്റാർ സിംഗർ സ്റ്റേജിൽ വെച്ചു. ഞാനിപ്പോൾ ബാംഗ്ലൂരിലാണ് ഉള്ളത്. ഞാൻ എന്താക്കി വേഗം ബസ് ബുക്ക് ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞിരുന്നു. എനിക്ക് ക്ലോസ് ആയിട്ട് എല്ലാം ഞാൻ വിളിച്ച് പറഞ്ഞു ചീടിക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് ഇങ്ങനെ ബിഗ് ബോസിൽ 3 വരെ കിട്ടി. അവരെല്ലാം പിങ്ക് എക്സൈറ്റഡ് ആയിരുന്നു. ചിലർക്ക് ഇഷ്ടപ്പെടുന്നു, ചിലർ എന്തിനാ പോകുന്നത്. വിച്ച് ഇസ് ഫൈൻ. ബസ് ബുക്ക് ചെയ്തു, പോയി. എന്നിട്ട് അന്ന് ഞാൻ ബസ് എന്തെങ്കിലും ഫ്രഷ് ആയിരുന്നു. അന്ന് രാവിലെ നടത്തി ഉച്ചക്കാണ് തുടങ്ങുന്നത്. ബസ് സ്റ്റാൻഡ് അടുത്തൊരു സ്ഥലമുണ്ട്, റെസ്റ്റ് ആൻഡ് റിഫ്രഷ്, ഒരു പുതിയതായിട്ട് തുടങ്ങിയത്. ഭയങ്കര നല്ല സർവീസ് ചെയ്ത്. പിന്നെ എന്തോ നമുക്കറിയാം ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി ആ ഒരു ഫീൽ ചെയ്തു. ഞാൻ അവരോട് ടാഗ് ചെയ്യാം. എന്നിട്ട് അവിടെ ഫ്രഷനൊക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തേക്ക് പോയി. അടുത്തേക്ക് പോയപ്പോൾ എന്താ നോക്കുമ്പോൾ ഒരു 70 ആൾക്കാർക്ക് എന്തായാലും ഉണ്ടാകെ. എനിക്ക് ഫീർ ആയി. പക്ഷെ ഞാൻ കാണിച്ചില്ല ഫീറായി. ഒരു നമ്മളങ്ങനെ ഓരോ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യും. ഇത്ര ആൾക്കുള്ള ഒരു ഞാനങ്ങനെ തിരിച്ചു പോകാൻ എനിക്ക് ബസ് 7:15. ഞാനാണെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് ഗ്രൂപ്പ് എന്തോ 6 മണിക്ക് എന്റെ തുടങ്ങുന്നത്. എല്ലാവരും ഒരു 1 മണിക്കൂറൊക്കെ എടുക്കുന്നുണ്ട്. പെർഫോം ചെയ്യുന്നതിനേക്കാളും ശേഷം എന്റെ ബസ് പോകുന്നു. വിച്ച് ഇസ് ഫെയർ. ഓക്കെ, എനിക്ക് വർക്കിന് പോകണം, കുഴപ്പമില്ല. ജോലി പോയാൽ എന്ത് ചെയ്യും. അങ്ങനെ സ്റ്റേജിൽ കയറി 9 ജഡ്ജസ് അവിടെ എത്തുന്നത്. അതിൽ കുറച്ച് ആൾക്കാർ ഞാനിങ്ങനെ ടി വിയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട്. പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് റിസൾട്ട് ഒന്നും എനിക്ക് കിട്ടിയില്ല. മെയിൽ വന്നു, ജസ്റ്റ് ഫൈൻ, ഈ കുട്ടി കൊള്ളാം, നമുക്ക് വൈറ്റ് കാർഡിൽ എടുക്കാന്ന് പറയുകയാണെങ്കിൽ ഞാനോ ഒന്നും പറയില്ല. ഇല്ലാത്തൊരു എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ പോയിട്ട് കുറെ പ്രശ്നം ഉണ്ടാക്കണമെന്നല്ല ഞാൻ വിചാരിച്ചു. എന്താ ചിന്തിച്ചാൽ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം. ഓക്കെ, നമ്മൾ കോളേജ് ഓരോ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു റൗണ്ട് കഴിഞ്ഞ് അടുത്ത സ്കൂളിൽ പോകുന്നു. മനസ്സിലായി ആ ഒരു ത്രില്ല് അറിയാമോ. അപ്പം അതുപോലെ കേരളത്തിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്ലാറ്റ്ഫോം, വൺ ഓഫ് ദ റിയാലിറ്റി ഷോയിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്ലാറ്റ്ഫോമിലേക്ക് എനിക്ക് 3 റൗണ്ട് വരെ ഞാൻ ആ പരിപാടിക്ക് സെലക്ഷൻ കിട്ടിയിരിക്കും. വിച്ച് മീൻസ് എന്തൊക്കെ ഉണ്ട് എൻ്റെ ഉള്ളിലോ. അവർക്ക് എന്തൊക്കെ ക്ലിക്ക് ആയിട്ടുണ്ട്. അതെന്താ എനിക്ക് അറിയില്ല. ഐ തിങ്ക് ദാറ്റ് വിൽ റിമെയിൻ എ മിസ്റ്ററി ഫോർ us അൺലെസ് ബിഗ് ബോസ് എന്നെ ഈ വൈൽഡ് കാർഡ് എൻട്രിയിൽ വിളിച്ചാൽ. ഏതായാലും ഐ എം താങ്ക്ഫുൾ കേട്ടോ. കാരണം ഒന്നും അല്ലാതെ വിചാരിച്ച് ഞാൻ ഇവിടെ വരെ എത്രയെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. എന്തായാലും ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഒന്നും അറിയില്ല, കുറച്ച് ആൾക്കാർക്ക് അറിയുള്ളൂ. ഇത് ഞാനോട് പറയുകയാണ്, എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, എന്നെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ, എന്നെ ഇഷ്ടമുള്ള ആൾക്കാർ എല്ലാവരും പറയും. ബിഗ് ബോസ് അതിന് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, ടെലികാസ്റ്റ് നടക്കുന്നുണ്ടല്ലോ. എനിക്ക് തൊട്ട് മുന്നേ വരെ ഞാനും ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞാനില്ല. മനസ്സിലായോ. പോസിറ്റിവിറ്റി ഉണ്ട്, ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. ഇതാണ് നമുക്ക് വേണ്ടത്.